എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ ഞങ്ങളെങ്ങനെ മീനുട്ടിയുടെ 6ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചു എന്നുള്ളതാണ്. സോ അതിനു വേണ്ടി തന്നെ ഫസ്റ്റ് മീനുട്ടിയുടെ ഇൻട്രസ്റ്റ് പ്രിൻസസ് ഡ്രസ്സ് വേണമെന്നുള്ളതായിരുന്നു. സോ സിൻഡർല തീമാണ് സെലക്ട് ചെയ്തിരുന്നത്. സോ സിൻഡർല തീം എന്ന് പറയുമ്പോൾ ബ്ലൂ ആൻഡ് സിൽവറാണ് കോമ്പിനേഷൻ കൂടുതലായിട്ട് വരുന്നത്. അതിന് വേണ്ടുന്ന ഡ്രസ്സ് ഇവിടെയുള്ള അടുത്തുള്ള ഷോപ്പുകളിലെല്ലാം പോയി നോക്കി, പക്ഷേ ആ ഒരു എക്സ്പെക്റ്റ് ചെയ്ത മോഡലിലുള്ള ഒരു ഡ്രസ്സ് നമുക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നീട് നമ്മൾ ആമസോൺ ഓർഡർ ചെയ്തു. ആമസോണിൽ നോക്കിയപ്പോൾ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. പിന്നെ മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ബർത്ത്ഡേ പ്ലാൻ ചെയ്യുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു 3 വീക്സ് മുമ്പോ 2 വീക്സ് മുമ്പോ നമ്മൾ ഓർഡർ ഇടുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് സാധനം കറക്റ്റിലെത്തും. ഞാൻ കറക്റ്റ് 1 വീക്ക് മുമ്പ് പ്ലേസ് ചെയ്തെങ്കിലും കുറേ ഐറ്റംസ് നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഡെലിവർ ആകുമ്പോഴത്തേക്കും ലേറ്റ് ആവാനുള്ള ചാൻസ് കുറവാണ്. ഈവൻ ഷൈനിലും നല്ല ടൈപ്പ് ഓഫ് ഡ്രസ്സ് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഏറ്റവും പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് ടൈം കുറച്ച് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. സോ ബെറ്റർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഓർഡർ ഇടുവാണെങ്കിൽ അത്രയും ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഡെലിവറി കിട്ടുന്നതായിരിക്കും. എന്തായാലും ഓർഡർ ഇട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ഇട്ട ഐറ്റംസ് എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. അത് ഓപ്പൺ ചെയ്യുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അവരെല്ലാം. സോ 1 by 1 ഐറ്റംസ് ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു ലൈഫ് ചക്ര ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റിസീവ് ചെയ്തു. പിന്നീട് ഈ സിൻഡർലയുടെ പ്രിൻസസ് ഡ്രസ്സ് അത് ചെക്ക് ചെയ്തു. ക്വാളിറ്റി വൈസ് ഞാൻ അത്രയും ഹാപ്പി ആയിരുന്നില്ല ആ പ്രോഡക്റ്റിൽ. എങ്കിലും ഓക്കെ, 1 ടൈം യൂസബിൾ ആണ്. എങ്കിലും കളർ അതിനകത്ത് നമുക്ക് പിക്ചറിൽ കാണിക്കുന്നതുമായിട്ട് നല്ല കമ്പാരിറ്റീവ്ലി ഡിഫറൻസ് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഡൾ കളറായിട്ടാണ് കിട്ടിയത്. ഇച്ചിരി ഒരു സ്റ്റാൻഡേർഡ് കളറായിട്ട് നമുക്ക് തോന്നുന്നില്ല. സോ ആ ഒരു പോരായ്മ ആ ഡ്രസ്സിനുണ്ടായിരുന്നു. ബാക്കി ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തെല്ലാം നന്നായിരുന്നു. പിന്നീട് എനിക്കൊരു ബീച്ച് ഷർട്ട് വൈഫ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബർത്ത്ഡേക്ക് ബീച്ച് ഷർട്ട് ഇട്ടുകൊണ്ട് കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളായിരുന്നു ഞാൻ. പിന്നീട് ബാക്കി എല്ലാ ഐറ്റംസും വരുന്നവർക്ക് എല്ലാവർക്കും കൂടി കൊടുക്കാനായിട്ട് ജസ്റ്റ് നമ്മൾ കുറച്ച് നിയോണിൻ്റെ ഗ്ലാസ്സസ് വെച്ചിട്ടുണ്ടായിരുന്നു, പാർട്ടി ഗ്ലാസ്. സോ അതൊരു വെറൈറ്റി ആയിരുന്നു. ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് ഐറ്റംസ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി മേടിക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പോയതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പ്രൈമാർക്കിലാണ് പോയത്. സോ ഇവിടുത്തെ മാർക്കറ്റ് പ്ലേസിനകത്തായിട്ടാണ് പ്രൈമാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെ കുറച്ച് ഐറ്റംസ് സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം കൂടി എടുത്തതിന് ശേഷം അതിൻ്റെ അടുത്ത് തന്നെ ധാരാളം ഷോപ്പുകളുണ്ട്. H&M, ബീവേഴ്സ്, ന്യൂ ലുക്ക്, അങ്ങനെ പറഞ്ഞ് പല കടകളുണ്ട്. അവിടെയെല്ലാം ഒന്ന് ജസ്റ്റ് അതിൻ്റെ അടുത്തുകൂടി പോയി തിരിച്ചു പോരുന്നു. പിന്നീട് വന്ന് നേരെ കുക്കിങ്ങിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാവുന്നതായിരുന്നു. ആദ്യം തന്നെ പ്ലാൻ ചെയ്ത ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാവുന്നതായിരുന്നു. പക്ഷേ ക്യാരറ്റ് തിരുകി പണ്ടാരം തുടങ്ങിപ്പോയി. നല്ല പരിപാടിയായിരുന്നു. പിന്നീട് നാളത്തേക്ക് പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഗീ റൈസ്, ബീഫ് കറി, അതിൻ്റെ കൂടെ ഒരു ഡ്രാഗൺ ചിക്കൻ, കുറച്ച് പരിപ്പ്, അച്ചാറ്, സലാഡ്, പപ്പടം, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു. പിന്നെ മാൻ പവർ നമുക്ക് കുറവായത് കാരണമാലും പിന്നെ പുറത്ത് നമ്മൾ കൂടുതൽ ഫുഡിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കോസ്റ്റ് വൈസ് ഇച്ചിരി കൂടുതലാണ്. സോ നമ്മൾ തന്നെ സ്വന്തമായിട്ട് അങ്ങ് ചെയ്യാമെന്ന് വെച്ചു. എന്തായാലും അതിൻ്റെ ഒരു ബിസിയിലായിരുന്നു. രാവിലെ തൊട്ട് പിന്നെ കുക്കിങ്ങിന് തുടങ്ങി. എന്തായാലും ഉച്ചയോടുകൂടി മൊത്തം പരിപാടി പറഞ്ഞ ഐറ്റംസ് എല്ലാം തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയായിരുന്നു. സോ ഉച്ചയോടുകൂടി തന്നെ ആക്ച്വലി ഈവനിങ് ഒരു 6:30ക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേക്ക് കട്ടിങ്. സോ പെട്ടെന്ന് തന്നെ കുക്കിംഗ് തീർത്തതിന് ശേഷം നേരെ ഡെക്കറേഷനിലോട്ട് കയറിയായിരുന്നു. ഡെക്കറേഷൻസും ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ബ്ലൂ ആൻഡ് വൈറ്റ് തീമായിരുന്നു കൊടുത്തിരുന്നത്. അതിൻ്റെ മുമ്പത്തെ ദിവസം തന്നെ നമ്മൾ കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കേക്ക് ബോക്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് കേക്കിന് കൊടുത്തത്. സോ സിൻഡർലയുടെ തീമിൽ തന്നെ അവർ കേക്ക് ചെയ്ത് തന്നായിരുന്നു. നല്ല കേക്കായിരുന്നു. സോ അതിൽ തന്നെ ബാക്കി കാര്യങ്ങളും ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള മെൻഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. സോ ഫൈനലി എന്തായാലും നമ്മൾ പറഞ്ഞ ടൈമിൽ തന്നെ എല്ലാ പരിപാടിയും തീർത്തു. കേക്ക് കട്ടിങ്ങിന് റെഡിയായി പോയായിരുന്നു. സോ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. സോ മിനിമം കുറച്ച് പേരെ ഒരു 40 പേരെ അടുപ്പിച്ചാണ് നമ്മൾ വിളിച്ചിരുന്നത്. അവരെല്ലാവരും തന്നെ എത്തിച്ചേർന്നായിരുന്നു. കുറച്ച് പേർക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കാരണം വരാൻ പറ്റിയില്ല. എന്തായാലും അടിപൊളിയായിട്ട് തന്നെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. പിന്നീട് നേരെ ഫുഡിലോട്ടാണ് കടന്നത്. എന്തായാലും കൊച്ച് ഹാപ്പി ആയിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. എന്തായാലും നല്ല രീതിയിൽ കേക്ക് കട്ടിങ് കഴിഞ്ഞതിന് ശേഷം നേരെ പിന്നീട് പോയത് ഫുഡ് എൻ്റെ സെക്ഷനിലേക്കാണ്. സോ വന്നവരെല്ലാം ഹാപ്പി ആയിരുന്നു. ഫുഡ് എല്ലാവരും നല്ല രീതിയിൽ കഴിച്ചു. പിന്നീടെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണമെങ്കിൽ പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിപ്പോൾ ഒരു പാർട്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിലോ ഇല്ലെങ്കിൽ പുറത്ത് നമ്മൾ ഫുഡ് ഓർഡർ കൊടുക്കുക ചെയ്യുമ്പോഴത്തേക്ക് അത് കോസ്റ്റിനകത്ത് കുറേ വ്യത്യാസം വരാറുണ്ട്. നമ്മളിപ്പോൾ ഓവറോൾ ചെയ്തപ്പോൾ അറൗണ്ട് ഒരു 300 to 350 അത്രയും മാത്രമാണ് നമുക്ക് ഓവറോൾ ഇതിനായേക്കുന്നത്.
സോ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഗീ റൈസ്, പരിപ്പ്, ബീഫ് കറി, ബീഫ് പള്ളിക്കറി, പിന്നെ ഒരു സലാഡ്, ഒരു മെക്സിക്കൻ റഷ്യൻ സ്റ്റൈല് ഇതായിരുന്നു. പിന്നീട് കുറച്ച് പേര് വെജിറ്റേറിയൻ ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടി കുറച്ച് പനീർ ബിരിയാണിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ക്യാരറ്റ് ഹൽവ. പിന്നീട് പിള്ളേരെല്ലാം വന്നിടുന്ന നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരും അവരുടെ ഫ്രീ ടൈം നല്ലപോലെ എൻജോയ് ചെയ്ത് അങ്ങനെ നമ്മുടെ പാർട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 11:30-12 മണിയായപ്പോഴാണ് എല്ലാവരും പിരിഞ്ഞു പോയത്. എന്തായാലും നല്ല രീതിയിൽ എല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചിരുന്നു. സോ ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടി പ്ലാൻ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈവൻ പുറത്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നീട് കുറച്ച് ടൈം എടുക്കും എങ്കിലും നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ പുതിയ വീഡിയോയിൽ കാണുന്നവരെ